രാജാക്കാട് സമീപം മുക്കിടിൽ മേഖലയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വിളയാടുന്നതായി നാട്ടുകാർ. ഇന്നലെ വൈകുന്നേരം പൂപ്പ് സിറ്റിയിൽ അന്യസംസ്ഥാന തൊഴിലാളിയായ യുവാവ് ഇവർക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീയെ നടുറോഡിൽ ക്രൂരമായി മർദ്ദിക്കുകയും വടിയുപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇത് തടയാൻ ശ്രമിച്ച നാട്ടുകാർക്ക് നേരെ ഈ യുവാവ് പാഞ്ഞെടുത്തെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. ഞങ്ങൾ കണ്ടു നിന്നവരുടെ കൂടെ സംസാരിക്കുന്നവരുടെ നേരെയും അവർ ശരിക്കും അക്രമം അഴിച്ചു വിടുകയാണ് ചെയ്തത്. ഇവിടെ ഒരു വടി കിടക്കുന്നിടത്ത് ആ വടിയെടുത്തിട്ട് ആ മനുഷ്യൻ ആ പെണ്ണുങ്ങളെ ശരിക്കും മർദ്ദിക്കുകയും അവർ ദേഹമെല്ലാം പൊട്ടി ചോര വരികയൊക്കെ ചെയ്തു. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നു. പക്ഷെ നമുക്കിവിടെ ഈ പ്രദേശത്ത് ഇതുപോലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരു പോലീസിൻ്റെ സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് കുറേ അധികം സമയത്തിന് ശേഷമാണ് നമുക്കൊരു പോലീസിനെ കിട്ടാൻ സാധ്യതയുള്ളൂ. കൂടുതൽ അക്രമാസക്തമായതോടെ നാട്ടുകാർ ചേർന്ന് മരത്തിൽ കെട്ടിയിട്ട് പോലീസിൽ വിവരമറിയിച്ചു. ഉടുമ്പൻചോല പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും കെട്ടുപൊട്ടിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കടന്നിരുന്നു. ഈ മേഖലയിലെ വീടുകളിൽ ഇയാൾ ഓടിക്കയറിയെന്നും നാട്ടുകാർ പറഞ്ഞു. പുറത്തിറങ്ങി നടക്കാൻ ഭയമാണെന്നും സ്ത്രീകളും പറയുന്നു. നേരത്തെ 6 മണിയായപ്പോഴത്തേക്കിനും വാതിലടിച്ച് കത്ത് കയറി പേടിച്ചിട്ട് എന്നാ സൈസാണ് അവനവിടെ കിടന്നുകൊണ്ട് പറയുന്ന കാലൊക്കെ കൈയൊക്കെ എല്ലാവരും കൂടി പിടിച്ച് കെട്ടി അവൻ ആ ചെടിയുടെ ഒട്ടി കിടന്ന് എന്നാ സൈസ് ഭയങ്കര തെറിയും ബഹളവും പേടിച്ചിട്ട് ഞങ്ങൾക്ക് വഴിക്കൂടെ നടക്കത്തില്ല. ഈ സംഭവത്തിന് തലേദിവസം രാജാക്കാട് നിന്നും ഓട്ടോറിക്ഷ വിളിച്ച് വേൾഡ് ഡിവിഷൻ ഭാഗത്തെത്തിയ ഓട്ടോ ഡ്രൈവറെയും 3 അന്യസംസ്ഥാന തൊഴിലാളികൾ ചേർന്ന് മർദ്ദിച്ചെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ ഭാഗങ്ങളിൽ ഇവർ അക്രമം അഴിച്ചുവിടുകയാണെന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പോലീസ് പട്രോളിംഗ് ഉൾപ്പെടെ പകൽ രാത്രി സമയങ്ങളിൽ ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ, രാജാക്കാട്.